സീത പാലക്കിലിട്ട ഒരു വീഡിയോ ആണ് നമ്മളുടെ വീഡിയോയ്ക്ക് ആധാരം. ആക്ച്വലി ഞാൻ ഈ വിഷയം എടുക്കാനുള്ള കാരണം തന്നെ ലസീത പറഞ്ഞ ചിലതിൽ പോയിന്റ് ഉണ്ട് എന്ന് തോന്നിയത് കൊണ്ടാണ്. ലസീത പറയുന്ന ഒരു കാര്യം ഒന്ന് കേൾക്കാം അല്ലേ? ആദ്യം മുതൽ, അതായത് ജസ്ന ഗുരുവായൂർ അമ്പലത്തിൽ കയറുന്ന അന്ന് മുതൽ വിമർശിക്കുന്ന ഒരാളാണ്. അന്നും ഇന്നും ഒരേ ലെവലിൽ പോകുന്ന ഒരാളാണ് ഞാൻ മാത്രമല്ല, കുറച്ച് ആൾക്കാർ. അതിനിടയിൽ ജാമിത എന്ന് പറയുന്ന സ്ത്രീ വീഡിയോ കണ്ടു. ഞാൻ ഇന്നലെ മുതൽ വീഡിയോ കാണാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയതാണ്. ടീച്ചർ എന്ന് പറയാൻ പറ്റില്ല, അതുകൊണ്ട് ജാമിത എന്ന് പറഞ്ഞത്. നിങ്ങൾ പറയും സംഗീതം അല്ലേ, എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു കാരണമാണ്. ആളുകൾ പറയുന്നത് 5-6 വിവാഹം കഴിച്ചതിനെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട്. ഒന്ന് വെറുതെ ചിന്തിച്ചാൽ മതി, നിങ്ങളൊക്കെ എത്ര കല്യാണം കഴിച്ചത് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി. ഞാൻ 2 കല്യാണം കഴിച്ചു, 2 കല്യാണം കഴിച്ചത്. അപ്പോൾ വെറുതെ ജസ്റ്റ് ഒന്ന്, ഇതൊരു വിഷയമായിട്ട് എടുക്കേണ്ട കാര്യങ്ങളൊന്നുമല്ല, വെറുതെ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി. പിന്നെ പറയുന്നത് മുല്ലാർമാർക്ക് വന്നിട്ടുണ്ടെന്നത്. ഏത് മുല്ലാർ അവിടെ കയറുക എന്നുള്ളതാണ് പറയുന്നത്. കാരണം അവർ തന്നെ വിളിച്ച് പറയുന്നുണ്ട് ഞാൻ മതമൊക്കെ ഉപേക്ഷിച്ചു എന്നുള്ളത് അല്ലേ. അപ്പോൾ ഇതെന്താ നിങ്ങൾ എല്ലാവരും കൂടിയിട്ട്, അതായത് ഈ ജാമിദിയും ജസ്നയും കരിപ്പൊടി ഗാദറും ഇവരൊക്കെ ചേർന്നിട്ട് ഒരു എന്താ പറയേണ്ടത്, ബാക്കി എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംശയമുണ്ട്. ആ ഒരു കാര്യങ്ങൾ ഞാൻ ഒരാളോട് വെറുതെ ഒന്ന് സൂചിപ്പിച്ചു. ഇപ്പോൾ കരിപ്പൊടി ഗാദറിൻ്റെ ഒരു വിഷയം വന്നിട്ടുള്ളത്, അതായത് ഈ ഓൺലൈൻ ലോട്ടറിയുടെ വീടിൻ്റെ, നിങ്ങളെല്ലാവരും കണ്ടല്ലോ, കേസ് കൊടുത്തപ്പോൾ ചങ്ങായി വിളിച്ച് പറയുന്നു, മാപ്പ് പറയുന്നൊരു വീഡിയോ. അതുണ്ട്. ഇവരുടെയൊക്കെ സാമ്പത്തിക സ്രോതസ് എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അന്വേഷണം എന്നുള്ള ഇത് വേണം. അത് എൻ്റെ സംശയം മാത്രമല്ല, എന്നോട് പറഞ്ഞ ആൾക്കാരൊക്കെ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. കാരണം അതൊരു വേറൊരു വിഷയമുണ്ട്. ആ വിഷയത്തിലേക്ക് നമുക്ക് കടക്കുന്നതിന് മുന്നേ എനിക്ക് ജാമിദയോട് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആദ്യം എതിർത്തു, പിന്നെ നിങ്ങൾ ശ്രീലേച്ചിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആണോ ഇല്ലയോ എന്നൊന്നും എനിക്കല്ല. ശ്രീലേച്ചിനെ വിളിച്ചിട്ടുണ്ട്. എന്തിനാണ് ആ കുട്ടീനെ ഇങ്ങനെ ഇതാക്കേണ്ട ആവശ്യം? ലക്ഷ്മികാനത്ത് ഞാനുമായിട്ട് തെറ്റിലാണ്. പക്ഷേ ലക്ഷ്മികാനത്തിനെ പറ്റിയിട്ട് വരെ വളരെ മോശമായിട്ട് സംസാരിക്കുന്ന ജസ്ന സലീം, മറ്റുള്ള ആൾക്കാരെ പറ്റിയിട്ടൊക്കെ മോശമായിട്ട് സംസാരിക്കുന്നു ജസ്ന സലീം. നിങ്ങളെ പറ്റിയിട്ട് മാത്രം മോശമായിട്ട് സംസാരിക്കുന്നില്ല. അതെന്തുകൊണ്ടാണെന്നുള്ളത് എനിക്കറിയാം. കാരണം ഞാൻ കുറേ കാലങ്ങളായിട്ട് ഈ രാഷ്ട്രീയ പാർട്ടിയിലുണ്ട്, പ്രവർത്തനത്തിലുണ്ട്, എല്ലാം ചെയ്യുന്ന ഒരാളാണ്, പൊതുപ്രവർത്തനത്തിലെല്ലാം ഉണ്ട്. അതുകൊണ്ട് ഇനിയൊരു വീഡിയോ എന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കാൻ നിൽക്കരുത്. കാരണം എന്തുകൊണ്ടാണെന്ന് അറിയാമോ, ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ നിർത്തൂല. അതാണ് ആ ഒരു വ്യത്യാസം എനിക്കുണ്ട്. കാരണം ഞാൻ നിങ്ങളെ നല്ല രീതിയിൽ റെസ്പെക്ട് ചെയ്ത ഒരാളായിരുന്നു കുറച്ച് കാലം മുന്നേ വരെ. മറ്റൊരു വേറൊരു വിഷയം വന്നു, നിങ്ങൾക്ക് അത് ഓർമ്മയുണ്ടോ എന്നറിയില്ല, നിങ്ങൾ എന്നെ വിളിച്ച് സംസാരിച്ചത്. അതൊന്നും ഇതിനകത്ത് പറയേണ്ട ഒരു ആവശ്യം എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഈ ഒരു കാര്യം മൊത്തം ജസ്റ്റ് ഒന്ന് പറയാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പോൾ ഓക്കെ, നമസ്കാരം. നിങ്ങൾ ഈ ഉച്ചവരെ അവിടെ നിന്നിട്ടും നിങ്ങൾ ഈ ആക്സിഡന്റ് കാര്യമൊന്നും അറിയില്ല. എന്തുകൊണ്ടാണ് അറിയാനായി പോയത്? ജാമിദയോടാണ് ചോദിക്കുന്നത്. ജാമിദ എന്ന് പറയുന്നത് എന്നെക്കാട്ടി മൂത്തതാണോ ഇളയതാണോ എനിക്കറിയില്ല. എന്തായാലും മൂത്തതാവാൻ ചാൻസിലും, കാരണം ഇത്രയും വയസ്സുള്ള മക്കളൊന്നും എനിക്കില്ല. മൂത്തതാവാൻ ചാൻസിലും, അതായത് ജാമിദ ചാച്ചി അറിയേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത്. ചേച്ചിക്ക് പിന്നെ വിരോധമൊന്നും ഇല്ലെങ്കിൽ പഴയതൊക്കെ ഒന്ന് പൊടി കുത്തി നീക്കുന്നത് നല്ലതായിരിക്കും. അതാണ് ഏറ്റവും നല്ലൊരു കാര്യം. ഇതിനിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് തമ്മിൽ പരിപാടി തേക്കുന്നതാണെന്നൊന്നും പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരണ്ട. കാരണം എന്തുകൊണ്ടാണെന്ന് അറിയാമോ, ഞാൻ ഉൾപ്പെടെയുള്ള ജസ്നയുടെ വിഷയത്തിൽ ഇടപെട്ടത് എന്തുകൊണ്ടാണെന്നുള്ളത് ഇത് 4 പെണ്ണുങ്ങൾ ചേർന്നിട്ടുള്ള അടിയല്ല. അത് ആദ്യം തന്നെ എല്ലാവരും മനസ്സിലാക്കുക. ഞങ്ങൾ കൃത്യമായിട്ട് ഇല്ലാത്തൊരു കാര്യങ്ങൾ സംസാരിച്ചത് അവളെ വീട്ടുകാരെ പറ്റിയിട്ടോ അല്ലെങ്കിൽ അവളെ പാനെ പറ്റിയോ മാനെ പറ്റിയോ ഒന്നും സംസാരിക്കുന്നില്ല. അതിനൊരു വ്യക്തമായ കാരണമുണ്ട്. അതിനെ പറ്റിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. എൻ്റെ യൂട്യൂബ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, എൻ്റെ ഫേസ്ബുക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താണ് പറഞ്ഞത് എന്നുള്ളത്. അവളെ ഫേസ്ബുക്കോ യൂട്യൂബ് നോക്കി കഴിഞ്ഞാൽ അവളെ സംസ്കാരം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് എന്നുള്ളത്. കാരണം എന്ത് വൃത്തികളാണ് പറയുന്നത് എന്നുള്ളത്. ശ്രീലേച്ചിനെ പറ്റിയിട്ടും ഹരിതനെ പറ്റിയിട്ടും അതുപോലെ തന്നെ പ്രിയനെ പറ്റിയിട്ടൊക്കെ വൃത്തികേട് പറയാം. പ്രിയക്ക് ഗർഭപാത്രത്തിൽ ക്യാൻസർ ആണെന്നുള്ളത് ഇങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാർക്ക് സപ്പോർട്ടായിട്ട് നിങ്ങളൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ മതമായിട്ട് തന്നെ കിടപ്പുണ്ട്. ആ മതം മാത്രമല്ല, അതിൻ്റെ ഉള്ളിൽ വേറെ ലക്ഷ്യങ്ങളും ഉണ്ട്. ആ ലക്ഷ്യങ്ങളുടെ പിറകെയാണ് ഞങ്ങളിപ്പോൾ. ഓക്കെ, ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. ഇതിൽ ഇവർ തമ്മിൽ എന്തോ ക്ലാഷ് ഉള്ളതായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇഡിയെ കൊണ്ടൊക്കെ എന്നെ ചോദ്യം ചെയ്യിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മച്ചിക്ക്. ഇപ്പോൾ ഇഡി ചോദ്യം ചെയ്യാൻ വരാൻ ചാൻസസ് ആർ ദെയർ. ലസീത വിചാരിച്ച് അതൊക്കെ നടക്കുമായിരിക്കും, എന്താണോ ഏതാണോ. ഏതായാലും ആ പറഞ്ഞ കാര്യത്തിൽ ഞാൻ അനുകൂലിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ലസീതയെ അനുകൂലിക്കുന്നു എന്ന് ചോദിച്ചാൽ രാഷ്ട്രീയപരമായി ഞാൻ എനിക്ക് ഭയങ്കര വിയോജിപ്പാണെങ്കിൽ പോലും ഈ പറഞ്ഞ കാര്യത്തിൽ ശരിക്കും ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയുണ്ട്. ലസീത എന്ന് മാത്രമല്ല, ഇസ്ലാം മതത്തിൽ നിന്ന് ഒരാൾ വിട്ടങ്ങോട്ട് വന്ന ഉടനെ അവരെ തൂക്കി തലയിൽ വെക്കുന്ന ഒരു രീതി RSSകാർക്കും ഉണ്ട്, ഹിന്ദുക്കൾക്കും ഉണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനാണ് തരുന്നത്. ഇസ്ലാം മതത്തിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു പരിപാടി ഇസ്ലാമിയർക്ക് ഇല്ല എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം. അവർ മതമൊന്നും വിടാറില്ല. പിന്നെന്താന്ന് പറഞ്ഞാൽ താൽക്കാലികമായി ഈ വിയർപ്പിൻ്റെ അസുഖം വരുമ്പോൾ ജോലി ചെയ്യാൻ മടിച്ചിട്ട് കാണിക്കുന്ന പേക്കൂത്തുകൾ മാത്രമാണ് ഇതൊക്കെ. ജബ്ബാർ മാഷ് പോലും മരണപ്പെട്ടാൽ ബോഡി മെഡിക്കൽ കോളേജിന് കൊടുക്കും നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ട. യുക്തിവാദി എന്ന് അഭിനയിക്കുന്ന അയാൾ പോലും പള്ളി കമ്മിറ്റി ഇടപെട്ട് പള്ളിക്കകത്ത് കൊണ്ട് കുഴിച്ചിടാനായിരിക്കും ആഗ്രഹിക്കുക ഉണ്ടാവുക. അതങ്ങനെയാണ്. ഇസ്ലാം അത്തരത്തിലുള്ളൊരു മതമാണ്. ആ മതത്തിനകത്ത് കയറിയാൽ പോകാൻ ആർക്കും താല്പര്യം തോന്നാറില്ല. പക്ഷെ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഞാനൊരു തിരുത്തൽവാദിയാണെന്ന് കാണിക്കാൻ വേണ്ടി, അത് വേറെ ഒന്നുമില്ല, അഞ്ചേറെ നിസ്കരിക്കാനും നോമ്പ് പിടിക്കാനും അതിൻ്റെ ചര്യകൾ ആചരിച്ച് ജീവിക്കാനും വയ്യാത്ത മടി കൊണ്ട് കാണിക്കുന്ന പേക്കൂത്തുകളാണ്. ഞാൻ പറഞ്ഞില്ല, ചില നിഷ്ഠകളുണ്ട്. ആ നിഷ്ഠകൾ അനുസരിച്ച് ജീവിക്കാൻ പറ്റാത്തവരാണ് ഇത്തരം പോക്കൃതരങ്ങൾ കാണിക്കുന്നതെന്ന് ചുരുക്കം. ഷിഹാബ് മേത്തർ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ അദ്ദേഹത്തിൻ്റെ സ്പീച്ച്? ആ അമ്മോ ക്ലബ് ഹൗസിൽ താടുന്നത് കണ്ടായിരുന്നു. പക്ഷെ മരിച്ചപ്പോൾ എവിടെ കൊണ്ട് കുഴിച്ചിട്ട്? പള്ളിയിൽ. എന്തുകൊണ്ട്? ഇനിയിപ്പോൾ ഉടനെ സഹോദരങ്ങളാണെന്ന് പറയും. സഹോദരങ്ങളാണെങ്കിലും ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചൂടും ചൂരും ഒക്കെ അറിഞ്ഞ ഭാര്യ ജീവിച്ചിരിപ്പുണ്ടായിരുന്നല്ലോ. ആ സ്ത്രീ വിലക്കിയോ? ഇല്ല. എന്തുകൊണ്ട് വിലക്കിയില്ല? അദ്ദേഹത്തിൻ്റെ ഇഷ്ടം അതായിരുന്നു. അതുകൊണ്ട് അവർ മരിച്ച എവിടെ അടക്കും? അതേ പള്ളിയിൽ തന്നെ അടക്കും. ഒരു മാറ്റവും ഇല്ല. ഈ പറയുന്നവന്മാർ ആനക്കയം എവിടെ അടക്കി? പള്ളിയിൽ തന്നെയല്ലേ. അങ്ങനെ ഓരോരുത്തരും അങ്ങനെ തന്നെയാണ്. ഇതിനേക്കാൾ വലിയ മികവോടുകൂടി പാണ്ഡിത്യബോധത്തോടു കൂടി ഇസ്ലാമിനെ പറ്റി വളരെയധികം പണ്ഡിത ശിരോമണിയായി കാര്യങ്ങൾ അവതരിപ്പിച്ചിരുന്ന മാൻ തിരിച്ചു വന്നത് കണ്ടോ? ഇത്രയേ ഉള്ളൂ. കാമിതയും തിരിച്ചു വരും. ജാമിദ ഒരു കാരണവശാലും മതത്തിന് വേണ്ടിയിട്ട് നിൽക്കുന്ന സ്ത്രീയേ അല്ല, മതം വിട്ടു നിൽക്കുന്ന സ്ത്രീയേ അല്ല എന്നാണ് പറഞ്ഞാൽ മതത്തിന് വേണ്ടിയിട്ടെന്നല്ല.
ഞാനൊരു വിഷയം പറയാം. ഇപ്പോൾ നിങ്ങളൊക്കെ ധരിക്കുന്നത് കണക്ക് ജാമിതയുടെ ടൈം ലൈനിൽ ജാമിത പറഞ്ഞിട്ടുണ്ട് ഞാൻ മതം വിട്ട സ്ത്രീയാണ്, എനിക്ക് മതമില്ല എന്ന് പറയുന്നുണ്ട്. എനിക്കെതിരെ അവരൊരു കേസ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ അഫിഡവിറ്റ് ഉണ്ട്, നിങ്ങൾക്ക് കേൾക്കണോ? വായിക്കാൻ വേണമെങ്കിൽ അതിനകത്ത് വ്യക്തമായി പറയുന്നുണ്ട് അവർ ഒരു ഇസ്ലാം മതവാദിയാണ്. ഇസ്ലാമിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് പറയുകയും അതിനെ നവീകരിക്കാൻ വേണ്ടിയിട്ട് എഫർട്ട് എടുക്കുന്ന ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉള്ള വനിതയാണെന്നാണ് കൊടുത്തിരിക്കുന്നത് വാക്കുമൂലം. അതായത് അവർ മതം വിട്ടിട്ടില്ല, അവർ ഇസ്ലാം തന്നെയാണ്. ഇസ്ലാമിലെ പ്രശ്നങ്ങൾ അനലൈസ് ചെയ്യുകയും അതിനെപ്പറ്റി സംസാരിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണവർ. ഞാൻ ആരാണെന്ന് അറിയാമോ? അവരുടെ ഭാഗത്ത് നിന്ന് മതം വിട്ട പെണ്ണ. ഞാൻ മതം വിട്ടു, ഇസ്ലാമിനെ പറ്റി അവഹേളനപരമായ കാര്യങ്ങൾ പ്രസ്താവിക്കുന്ന, ഇസ്ലാമിനെ അവഹേളിക്കുന്നതാണ് ഷെഫീന. അതേസമയം ജാമിദ ഇസ്ലാമിന് വേണ്ടി സംസാരിക്കുന്ന, ഇസ്ലാമിലെ സ്ത്രീകളുടെ പുരോഗമനത്തിന് വേണ്ടി സംസാരിക്കുന്ന, ഇസ്ലാമികമായ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി പറയുന്ന ഇസ്ലാം സ്ത്രീ എന്നാണ് കോടതിയിൽ കൊടുത്തിരിക്കുന്ന മൊഴി. അറിയുമോ? നിങ്ങൾ മനസ്സിലാക്കാൻ പറയുന്നതാണ്. ഇവരൊക്കെ നിങ്ങളെ പറ്റിക്കുന്നതാണ്. അങ്ങനെ ഒരു ഭാഗവുമില്ല. എന്തുകൊണ്ട് ഇപ്പം മതത്തിന് വേണ്ടിയിട്ട് സംസാരിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. ഞാൻ അങ്ങനെ പറയുന്ന വ്യക്തിയുമല്ല, എനിക്ക് താല്പര്യമില്ല. പക്ഷേ സത്യം അറിയാലോ, നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി മാത്രമാണ് ഇതിനകത്ത് അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്കൊപ്പം വന്ന് നിൽക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ധൈര്യസമേത ഈ മതം ഒന്ന് വിടാൻ പറഞ്ഞു നോക്കിയാണ്. വിടില്ല അവരെ. പേര് മാറ്റിയിട്ട് വല്ല രമണിന്നോ ചങ്കരിന്നോ പ്ലൂട്ടോന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വാഴയെന്നോ ഉള്ള പേരിടാൻ പറഞ്ഞാണ്. ഇടില്ല. മക്കളുടെ പേരെന്താ? ഇസ്ലാം വിട്ട ഒരു സ്ത്രീക്ക് മക്കളുടെ പേര് മാറ്റിക്കൂടെ? ഞാൻ എൻ്റെ മകൻ്റെ പേര് അദ്നാൻ എന്നായിരുന്നു മുൻപ്. ഞാൻ ആ പേര് മാറ്റി. കുറെ കഴിഞ്ഞപ്പോൾ ഫർദീൻ എന്നാക്കി. അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ? അവൻ തന്നെ നിഷ്കർഷിച്ചതാണ്. അമ്മ എനിക്ക് എഫ് വെച്ചുള്ള പേര് മതി, എ വെച്ച് വേണ്ട, എഫ് വെച്ച് മതി. അങ്ങനെ ഇരുന്ന് പ്ലാൻ ചെയ്ത് അവൻ്റെ ഒരു നല്ല പ്രായത്തിലെടുത്ത തീരുമാനമാണ് ആ പേര് മാറ്റൽ. വൃത്തിയായിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്ന പേര്. അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ? നമുക്ക് വേണ്ടെങ്കിൽ മാറ്റാം, പേരൊക്കെ മാറ്റാൻ പറ്റും, നമുക്ക് ഇഷ്ടമുള്ള പേര് സ്വീകരിക്കാൻ പറ്റും, ഗസറ്റിൽ പരസ്യം കൊടുത്താൽ മതിയാകും, അത്രയും ചെയ്താൽ മതി. എന്തുകൊണ്ടത് ചെയ്യുന്നില്ല? പേര് മാറ്റിയാൽ വാല്യൂ ഇല്ല. അതുകൊണ്ടാണ്. ജസ്ന ഒറ്റയടിക്ക് പറഞ്ഞു ഞാൻ മതം വിട്ട കുട്ടിയാണ്. ജസ്ന ഒറ്റയ്ക്ക് ഒരുത്തിയാണോ? ജസ്നയുടെ മക്കൾ മതം വിടുമോ? ജസ്നയ്ക്ക് മതം വിട്ടാൽ പിന്നെ മക്കൾക്കൊപ്പം ജീവിക്കാൻ പറ്റുമോ? ഭർത്താവിൻ്റെ പെർമിഷൻ വേണ്ടേ? ഒരു സലീം എന്ന് പറഞ്ഞൊരു വ്യക്തിയില്ലേ, എവിടെയാ അയാൾ? നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ മായാവിയെ? ഇല്ല. അപ്പോൾ ആകെ മൊത്തത്തിൽ അവർ പറ്റിക്കുന്നത് നിങ്ങളെയാണ്. ഞങ്ങൾ ഇസ്ലാമിയർക്ക് അതറിയാം അവർ നമ്മളെ പറ്റിക്കുകയാണ് എന്നുള്ളത്. ഞങ്ങളത് മൗനമായി അനുവദിച്ചു കൊടുക്കുന്നു. കാരണം ഇസ്ലാം അതാണ്, സമാധാനമാണ്. അനാവശ്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ എന്ത് തന്നെ ആയിരുന്നാലും എൻഡ് ഓഫ് ദ ഡേ അവരെ കുഴിച്ചിടേണ്ട അവസ്ഥ ഞങ്ങൾക്ക് തന്നെയാണ്. പിന്നെ ഉസ്താദ്മാരൊക്കെ പറയുന്നത് പോലെ, പണ്ഡിതന്മാരും ഒക്കെ പറയുന്ന പോലെ അവരവരുടെ കബറിൽ അവരവരാണ് മറുപടി കൊടുക്കേണ്ടത്. അവരവിടെ കൊടുത്തോട്ടെ എന്നാണ് നമ്മളൊക്കെ വെക്കുന്നത്. അതുകൊണ്ടാണ് ഇസ്ലാമിയർ മൗനത്തോടു കൂടി അതങ്ങ് അനുവദിച്ചു കൊടുക്കുന്നത്. അതിൻ്റെ അപ്പുറം ഇസ്ലാമിയർക്ക് അങ്ങനെ ഒരു ഭാഗമില്ല എന്നുള്ളതാണ്. ഭയന്നിട്ട് തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. മഹറൂൻ ചൊല്ലി ജോസഫ് എടമറുകിനെ മതത്തിൽ നിന്ന് പുറത്താക്കാൻ ക്രിസ്ത്യാനികൾക്ക് സാധിച്ചിരുന്നു. അതിനെ ചോദ്യം ചെയ്യാൻ ആരും അതില്ല. പക്ഷേ ഇസ്ലാം മതത്തിൽ ആരെങ്കിലും ഇവരെ പിടിച്ച് പുറത്താക്കിയെന്ന് മഹലിൽ നിന്നൊരു നോട്ടീസ് വന്നാൽ ചോദ്യം ചെയ്യാൻ 100 പേര് വരും. മുമ്പ് ക്രിസ്ത്യനായ ഒരു യുവാവിനൊപ്പം ഇറങ്ങിപ്പോയ മകളെ മതം മാറ്റി അയാളെ നമുക്കൊപ്പം ചേർത്തില്ലെങ്കിൽ മഹലിൽ നിന്ന് പുറത്താക്കുമെന്നൊരു നോട്ടീസ് കൊണ്ട് ഒട്ടിച്ചതിന് ഇവിടെ ഭയങ്കര വാർത്തയടിച്ചതാണ്. അവരും ഇതേപോലെ ഒരു അവസ്ഥയിൽ കൂടെ പോയവരാണ്. മതം വേണ്ടെങ്കിൽ ഇറങ്ങിപ്പോകണം, അത്ര തന്നെ. തോന്നിവാസം മതത്തിൽ പറ്റത്തില്ല എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് പൊറുക്കത്തില്ലല്ലോ. ഇസ്ലാമിയർ എന്ത് ചെയ്താലും അതിൻ്റെ പിറകെ പോകണമല്ലോ. ഈ പറയുന്ന ലസീദയുടെ, ശരിക്കും പറഞ്ഞാൽ ലസീദയുടെ സംശയം സ്ഥാനത്ത് തന്നെയാണ്. നിങ്ങൾ സംശയിക്കുന്നത് പോലെ തന്നെയാണ്. അവർ മതം വിട്ടിട്ടില്ല. ആരിഫ് ഹുസൈനോ ലിയാഖത്ത് അലിയോ പിന്നെ ജാമിദയോ ഇതേപോലെ ജബ്ബാറോ ആരും മതം വിട്ടിട്ടില്ല. മതത്തിന് എഗൻസ്റ്റ് ആയിട്ട് പറയുന്നുമില്ല. കൂട്ടുകാർക്കൊപ്പം നിന്നൊരു ഫോട്ടോ പബ്ലിഷ് ചെയ്തതിൻ്റെ പേരിൽ ജബ്ബാറിന് വന്ന് പറയേണ്ടി വന്നു, ഞാൻ മതം വിട്ടിട്ടുണ്ട്, പക്ഷേ എനിക്ക് മതത്തിൽ നിന്നൊരു ശല്യം ഉണ്ടായിട്ടില്ല, എന്നെ മതത്തിലുള്ളവർ ഉപദ്രവിച്ചിട്ടില്ല, എന്നെ ആരും ഒന്നും പറഞ്ഞു. എന്തിനെന്നറിയാമോ? കൂട്ടുകാരുമായിട്ട് പിന്നെ നിൽക്കണമെങ്കിൽ അത് വേണം. ആ കൂട്ടുകാർക്ക് ഉഗ്രശാസനം വന്നിട്ടുണ്ടാവും. നിങ്ങളെ, ഇസ്ലാമിനെ, മുഹമ്മദ് നബിയെ ഒക്കെ അവഹേളിക്കുന്നവനുമായിട്ട് എന്തിനു നിന്നു എന്ന് അവരോട് ചോദിച്ചിട്ടുണ്ടാകും. അപ്പോൾ അവർക്ക് കംഫർട്ട് ആകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നത്. തരാതരം പോലെ തട്ടിന് തട്ട് പറയുന്നവരാണ് ഇവരൊക്കെ എന്നുള്ളത് വ്യക്തമാണ്. യാതൊരു വ്യക്തിത്വമോ നിലപാടോ ഇല്ലാത്ത മനുഷ്യരാണ് എച്ചിൽ മുസ്ലിം എന്ന് പറയുന്ന വൃത്തികെട്ട ജന്തുക്കൾ. അത് മനസ്സിലാക്കുക. മതം വിടാൻ പറ്റില്ല അവർക്ക്. മതം വിടാൻ അവർക്ക് ആഗ്രഹവുമില്ല. പക്ഷേ തോന്നിയതുപോലെ ജീവിക്കണം. അതിനവർ കണ്ടെത്തിയ സൊല്യൂഷനാണ് എച്ചിൽ മുസ്ലിം എന്ന ആ ഒരു മറ. അത് മനസ്സിലാക്കാൻ നിങ്ങൾ വൈകിപ്പോയി എന്നുള്ളതാണ് വസ്തുത. യഥാർത്ഥത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയാം. ജോസഫ് എടമറുകെ എല്ലാ മതത്തിനെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ ഖുർആനിക വിമർശനങ്ങൾ എടുക്കുക. അതൊരു യുക്തിവാദിയാണ്. യുക്തിവാദി പറഞ്ഞത് ശരിയായിരിക്കാം. കാരണം യുക്തിഭദ്രമായ ചിന്തയ്ക്ക് വെച്ചിട്ട് അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ എനിക്ക് കണ്ണിക്കാൻ തോന്നാറില്ല. ചിലപ്പോൾ പണ്ഡിതന്മാർ കണ്ണിക്കുമായിരിക്കും, ഞാൻ കണ്ണിക്കാറില്ല, ഞാൻ മൈൻഡ് ചെയ്യാൻ പോകാറില്ല. കാരണം അവർക്ക് അവരുടെ യുക്തിയിൽ തോന്നിയ കാര്യങ്ങളാണ് അവരോട് പറയുന്നത്. അവർ പൊതുവേ ആയ അഭിപ്രായങ്ങളാണ് പറയുക, അല്ല ഒരു മതത്തിനെ മാത്രം എടുത്ത് വെച്ച് അവഹേളിക്കത്തില്ല. ഇപ്പോൾ അതൊരു ട്രെൻഡാണ്. ഇസ്ലാമിനെതിരെ പറഞ്ഞാൽ ഇച്ചിരി വ്യൂ കൂടുതൽ കിട്ടും, കാശും കിട്ടും. ഇതേ അഡ്വൈസുമായിട്ട് ജാമിദ എൻ്റെ അടുത്ത് വന്നിരുന്നു. ഞാനത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടേ. ഇതേ സാധനവുമായിട്ടായിരിക്കും ജസ്നയുടെ അടുത്ത് പോയിട്ടുണ്ടാവുക. ഇനി മുതൽ ഇസ്ലാമിനെ അവഹേളിക്കാൻ തുടങ്ങുക അവളായിരിക്കും. ഓൾറെഡി മഹലിൽ നിന്ന് അവൾ പുറത്താക്കപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ടെന്ന് അറിയാമോ? അവർ പറഞ്ഞിട്ടില്ലെങ്കിൽ രഹസ്യമായിട്ട് അത് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടെന്നാ? ഈ ഐഡോൾ വർഷിപ്പ് ഇല്ല. രണ്ടാമത്, ഈ രീതിയിൽ രണ്ട് മതങ്ങളെ തമ്മിൽ തല്ലിക്കുന്ന ഒരു ടേം അതൊരിക്കലും അനുവദിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് വിലക്കിയിട്ടും കേൾക്കാതെ വീണ്ടും വീണ്ടും മോശം പറയുന്ന രീതിയുണ്ട്. മാത്രവുമല്ല, ഒരു കുടുംബത്തിൽ കയറ്റാൻ പറ്റുന്ന സ്ത്രീയല്ല ജസ്ന. എന്തുകൊണ്ടെന്ന് അറിയാമോ? ആരടുത്തൂടെ പോയാലും, ഇപ്പം എൻ്റെ കാര്യം തന്നെ ഉദാഹരണം എടുക്കാം.
ഞാനും മകനും കൂടെ അവരുടെ മഹലിലേക്ക് പോകുന്ന വഴി അവളുടെ വീടിന്റെ വീഡിയോ എടുത്തു. ഉടനെ അവൾ പറഞ്ഞ എന്താണെന്നറിയാം, ഇൻസ്റ്റാഗ്രാം ത്രൂ അവളോട് സെക്സ് ചോദിച്ചു എൻ്റെ മകനെന്ന്. 15 വയസ്സുള്ള എൻ്റെ കൊച്ച് അവളോട് സെക്സ് ചോദിച്ചു ഇൻസ്റ്റാഗ്രാമിൽ കൂടെ. ഇൻസ്റ്റാഗ്രാം എന്ന് ഉപയോഗിക്കുന്ന കുട്ടികളല്ല എൻ്റെ മക്കൾ. അത് പോട്ടെ, അത് 15 വയസ്സുള്ള കൊച്ചാണ് പോക്സോ വരുമെന്ന് പറഞ്ഞ ഉടനെ മൂത്ത മകൻ അവളെ ഫോണിൽ വരെ ബന്ധപ്പെട്ടു എന്ന് പറയുന്നത്. കണ്ടിട്ട് പോലുമില്ല, ആ ഏരിയ കൂടെ പോയിട്ട് പോലുമില്ല, ഒന്നുമില്ലാത്ത മൂത്ത മകൻ അവളെ ഫോണിൽ കൂടെ ബന്ധപ്പെട്ടു എന്നാണ് പറയുന്നത്. ഇതാണ് എൻ്റെ അവസ്ഥയെങ്കിൽ അവളോട് ഇടപഴകുന്ന അയൽവക്കക്കാരോ സുഹൃത്തുക്കളോ ആയ ആണുങ്ങളുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്ക്. കുടുംബത്തിലുള്ള ഒരാളും അവളെ വീട്ടിൽ കയറ്റത്തില്ല. കയറ്റിയാൽ പ്രശ്നമാണ്. പിന്നെ ആര് കയറ്റും? ബൈജുവിനെ പോലുള്ളവർക്ക് കയറ്റാൻ പറ്റും. അത് പിന്നെ എന്ത് നാറിയാലും ഒന്നുമില്ല എന്ന് പറയുന്നവർക്ക് എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം? നിങ്ങൾ വൈകിപ്പോയി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞങ്ങളുടെയൊക്കെ പിന്നെ ബാങ്ക് അക്കൗണ്ടും NIA വെച്ച് അന്വേഷിക്കുന്നതിനേക്കാളും ED വെച്ച് അന്വേഷിക്കുന്നതിനേക്കാളും ഒക്കെ ജാമിതയുടെയും ജസ്നയുടെയും ഒക്കെ ED വെച്ചൊന്ന് അന്വേഷിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. സത്യം പറയല്ലോ സീത, നിങ്ങൾക്ക് വൈകിപ്പോയി എന്നുള്ളതാണ്. രാഷ്ട്രീയപരമായ എന്തെങ്കിലും തർക്കങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് തെറ്റുപറ്റുകയാണ് എന്നുള്ളതാണ് സത്യം. ഇവരാരും മതം വിട്ടു പോകില്ല, ഇവരൊക്കെ മതത്തിൽ തന്നെ ഉണ്ടാകും. മതം വിട്ട് പുറത്തേക്ക് പോയാലും ഇവർക്ക് മരിക്കുമ്പം കബർ നമ്മുടെ പള്ളിയിൽ തന്നെ വേണം. പിന്നെ മകൾക്ക് വിവാഹാലോചനയോ മകന് വിവാഹാലോചനയോ വന്നാൽ തന്നെ അത് മുസ്ലിമിനെ തന്നെ വേണം. 2ാം തരമായാലും 4ാം തരമായാലും 5ാം തരമായാലും അതും മുസ്ലിം തന്നെ വേണം. മറ്റു മതങ്ങളുമായിട്ട് അവർക്ക് യാതൊരു രീതിയിൽ കോണ്ടാക്റ്റും ഇല്ല, താല്പര്യങ്ങളും ഇല്ല എന്നുള്ളതാണ്. ഒരു മതത്തിൽ ജീവിക്കുന്ന സ്ത്രീക്ക് മാത്രം, അതും പ്രത്യേകിച്ച് ഇസ്ലാം മതത്തിലുള്ള പെണ്ണുങ്ങൾക്ക് മാത്രം തോന്നുന്ന ഒരു തോന്നലാണ് ഒന്നിൽ കൂടുതൽ ഭാര്യ ഭർത്താവിനുണ്ടെങ്കിൽ കുഴപ്പമില്ല എന്നുള്ളത്. അതിപ്പോൾ എല്ലാ മതത്തിലും ഉണ്ട്. ഇപ്പം ഞാൻ പറയില്ല, കരുണാനിധിയൊക്കെ ഇറ്റുവാദിയുടെ അച്ഛനൊക്കെയാണ്, പക്ഷെ അദ്ദേഹത്തിന് തന്നെ 3 പെണ്ണുങ്ങളുണ്ടായിരുന്നു. അത് എല്ലാ ആൾക്കാർക്കും ഉണ്ടാവും. ഇച്ചിരി കൂടി കോഴിത്തരമുള്ളവന്മാരൊക്കെ 1-2 പെണ്ണുങ്ങളെയൊക്കെ വെക്കുന്ന ഒരു പരിപാടിയുണ്ട്. പക്ഷേ ഇസ്ലാമിൽ അത് സാധൂകരിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. നിയമം മൂലമാണ് എന്ന് പറയുമ്പോഴും അതിന് നിയമത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊന്നും ഫോളോ ചെയ്യാതെ ഞങ്ങൾക്ക് 4 കെട്ടാന്ന് പറഞ്ഞ് നടന്ന് കെട്ടുന്നവന്മാരും ഉണ്ട്. എനിക്ക് ഏറ്റവും വെറുപ്പുള്ളത് അത് തന്നെയാണ്. സ്ത്രീകൾ ആ ദുർനടപ്പ് ഫോളോ ചെയ്യുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിൻ്റെ എല്ലാ ഫെസിലിറ്റീസും ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കുന്ന കുറേ ആണുങ്ങൾ നിങ്ങളെ പറ്റിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായെങ്കിൽ അത് വലിയ കാര്യമാണ്. ഇല്ല എങ്കിൽ ഇതിങ്ങനെ തുടരുക തന്നെ ചെയ്യും. അവർ പറയുന്ന ശുദ്ധ മണ്ടത്തരം കേട്ടിട്ട് നിങ്ങൾക്ക് സൂഹിക്കുന്നുണ്ടെങ്കിൽ തെറ്റെവിടെയാണെന്ന് ശരിക്കും ആലോചിച്ച് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇസ്ലാമിലുള്ളത് യൂണിറ്റിയാണ്. അതിൽ നിന്നൊരാൾ പുറത്തു പോയാൽ അയാൾ മാപ്പ് പറഞ്ഞ് തിരിച്ചു വന്നാൽ അവർ 2 കൈ നീട്ടി സ്വീകരിക്കും. മറ്റു മതങ്ങളെ പോലെ അല്ല ഇസ്ലാം. മാത്രവുമല്ല, പശ്ചാത്തപിക്കുന്നവനോട് പൊരുത്തപ്പെട്ടു കൊടുക്കാൻ തയ്യാറാകുന്നവരാണ് ഇസ്ലാം. അതറിയുന്നവർ, അതിനെക്കുറിച്ച് പഠിച്ചവർ തന്നെയാണ് അതിനെ ഏറ്റവും കൂടുതൽ ആക്രമിക്കുകയും പിന്നീട് മാപ്പ് പറയുകയും ചെയ്യുന്നത്. അറിയാത്തവരാണ് കൂടുതലും ഇതെന്താണ് ഏതാണ് എന്നറിയാതെ അന്തം വിട്ട് നിൽക്കുന്നത്. ജാമിതയൊക്കെ പക്ക കള്ളികളാണ്. അവർക്ക് എന്തും പറയാം, ഏത് രീതിയിലും പറയാം. ഒരു മാപ്പിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ എന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട്. അവരങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത് ഇസ്ലാമിനെ. അതുകൊണ്ടാണ് അങ്ങോട്ടും ചാടി ഇങ്ങോട്ടും ചാടി നിൽക്കുന്നത്. അവർ നിങ്ങളുടെ വേദികൾ ഉപയോഗിച്ചത് പണത്തിന് വേണ്ടിയിട്ട് മാത്രമാണ്, ആത്മാർത്ഥമായിട്ടല്ല. അവർക്ക് ഇസ്ലാമിൽ നിന്ന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. ഇൻഫാക്ട് പട്ടിണിയായിരുന്നപ്പോൾ, ദാരിദ്ര്യം അനുഭവിച്ചപ്പോൾ അവർക്ക് ആഹാരം കൊടുത്തത് ഇസ്ലാം. വിവാഹം കഴിപ്പിച്ച് വിടാൻ ആസ്തിയില്ലാതെ കഷ്ടപ്പെടുന്ന ഉമ്മാക്ക് താങ്ങും തണലുമായത് ഇസ്ലാം. മക്കളെ പഠിപ്പിക്കാൻ, മക്കളെ സുരക്ഷിതരാക്കാൻ തണലായത് ഇസ്ലാം. പണമോശടി ചെയ്യുകയും പണത്തിനെ കൊണ്ട് ആളുകളെ പറ്റിക്കുകയും ഒക്കെ ചെയ്തിരുന്നപ്പോഴും അപ്പോഴും ആ കള്ളത്തരങ്ങൾ ഒളിക്കാനും അവളെ സഹായിച്ചത് ഇസ്ലാം തന്നെയാണ്. ഇസ്ലാമികപരമായി ചട്ടവട്ടങ്ങളിൽ ജീവിക്കാൻ പറ്റാത്ത വണ്ണം, അല്ലെങ്കിൽ അതിനകത്ത് നിന്നാൽ ഇതുപോലുള്ള വേഷപ്രശ്നങ്ങൾ നടത്താൻ പറ്റത്തില്ല എന്നും കുറച്ച് അതിബുദ്ധി കാണിക്കണമെന്നും കുറച്ചധികം ആൾക്കാരുമായി ഇടപഴകണം എന്നുമുള്ള താല്പര്യത്തിൽ എടുത്തു ചാടി പോകുമ്പോഴും സഹായകമായി അവൾക്കൊപ്പം നിന്നതും അലിയെപ്പോലുള്ള ഇസ്ലാം വാദികൾ തന്നെയാണ്. ഇപ്പോഴും കാപ്പാട് മഹല്ല് കമ്മിറ്റി അലിയെ പുകഴ്ത്തുന്നത് കേട്ട് എനിക്ക് ചിരിക്കാൻ വരും. കാരണം എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, RSSകാർക്ക് വേണ്ടിയിട്ട് സംസാരിക്കണം, അവരാണ് നമ്മളുടെ ജീവവായു എന്ന് അലി പറഞ്ഞതാണ്. ഏതായാലും ഈ പറയുന്ന ഇസ്ലാം തന്നെയാണ് അവളെ ഇന്നും നിലനിർത്തുന്നത്. ഇസ്ലാമിനെ തെറി പറഞ്ഞിട്ടാണെങ്കിലും കുട്ടികൾക്ക് ആഹാരം കൊടുക്കുന്നത് കാണുന്നില്ല. കൊച്ചിന് നീറ്റ് എക്സാം എഴുതാനും കൊച്ചിനെ പഠിപ്പിക്കാനും ഒക്കെയുള്ള പണം അവൾക്ക് കൊടുക്കുന്നതും ഇസ്ലാം തന്നെയാണ്. എങ്ങനെയായാലും തലങ്ങായാലും വിലങ്ങായാലും ഇസ്ലാമിനെ കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് ജാമിത. അത് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുള്ളത് കഷ്ടം തന്നെയാണ്. ഇനിയെങ്കിലും വൈകാതെ ഒരു തീരുമാനമെടുക്കും. അന്വേഷിക്കേണ്ടത് കൃത്യമായി അന്വേഷിക്കുക തന്നെ വേണം. ജാമിത അവിടെ ലാൻഡ് ചെയ്തപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചതാണ്, ഇതിങ്ങനെ വരുള്ളൂ, ഇത് ഈ രീതിയിലേ പോവുകയുള്ളൂ എന്നുള്ളത്. ഏതിനാണ് മാർക്കറ്റ് എന്നവൾ കൃത്യമായി പറഞ്ഞു കൊടുക്കും. അനുഭവങ്ങളല്ലേ ഓരോരുത്തർക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മളോടും ഇതൊക്കെ തന്നെയാണ് പറഞ്ഞത്. ചെയ്ത തെറ്റിൻ്റെ വ്യാപ്തി എന്തെന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് ഞാൻ തിരിച്ചു നടന്നത്. അല്ലെങ്കിൽ വലിയ തെറ്റുകളിലേക്ക് ഞാൻ നടന്നു പോകുമായിരുന്നു എന്നുള്ളതാണ് വസ്തുത. ഏതായാലും അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പിന്നൊരു കാര്യമുണ്ട്, ഈ 2 എണ്ണത്തിൻ്റെയും വായ ഒരുപോലെയാണല്ലോ. ഇത് രണ്ടും എന്തായാലും 2നെയും കണ്ടാൽ ഒരുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്താൽ. ബൈ ദ വേ ലസീത, ഉപദ്രവിക്കരുത്. നമ്മൾ രാഷ്ട്രീയപരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചേരില്ല എങ്കിലും ദയവ് ചെയ്തിട്ട് ശല്യം ചെയ്യരുത്, റിപ്പോർട്ട് അടിക്കരുത്. ഞാൻ പാവമാണ്, എന്നെ വെറുതെ വിട്ടേക്കണം. ജാമിതയുടെ അത്രയും വൈരാഗ്യ ബുദ്ധി നിങ്ങൾക്ക് എന്നോടില്ല എന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ വീഡിയോ ഞാൻ കടമെടുത്തിട്ടുണ്ട്. ഉപദ്രവിക്കരുത്, പാവമാണ് ഞാൻ. താങ്ക് യു.